പാലക്കാട് സ്കൂൾ ബസ് തോട്ടിലേക്ക് മറിഞ്ഞു. കുട്ടികൾക്ക് നിസ്സാര പരിക്ക്. ആലത്തൂരിലാണ് സ്കൂൾ ബസ് മറിഞ്ഞത്. ASMM സ്കൂൾ ബസ്സാണ് മറിഞ്ഞത്. 20 കുട്ടികൾ വാഹനത്തിലുണ്ടായിരുന്നു. വിനേഷ് കുമാർ ഉണ്ട് വിവരങ്ങളുമായി. വിനേഷ്, 20 കുട്ടികൾ വാഹനത്തിലുള്ളപ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. എങ്ങനെയായിരുന്നു അപകടം? കുട്ടികളുടെ ആരോഗ്യനില സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണ്? രേണുക, ആലത്തൂർ കാട്ടുശ്ശേരിയിലാണ് സംഭവം. അതായത് സ്കൂൾ കഴിഞ്ഞ് സ്കൂൾ വിട്ട ശേഷം കുട്ടികളെ കൊണ്ടുപോകുന്ന ബസ്സാണ് ഇവിടെ കനാലുണ്ട്, ആ കനാലിലേക്ക് മറിയുകയായിരുന്നു. പക്ഷേ 20 കുട്ടികൾ ബസ്സിലുണ്ടായിരുന്നെങ്കിലും ആർക്കും കാര്യമായ പരിക്കുകളില്ല, നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഉള്ളത്. ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ കുട്ടികളെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. ജില്ലയിൽ പലയിടത്തും കനത്ത മഴ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടുകൾ കൂടുതലാണ്. പാലക്കാട് മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് കനാലുകളും കൂടുതലാണ്. ഈ കനാലിനോട് ചേർന്നുള്ള റോഡിൽ നിന്നാണ് ഈ ബസ് നിയന്ത്രണം വിട്ടതോ മണ്ണിടിഞ്ഞതോ മറ്റോ ആണ്. പിന്നെ വണ്ടി പാസ് ചെയ്ത് പോകുന്നതിനിടയിൽ ഈ ഇടിഞ്ഞു പോയതോ മറ്റോ ആണ്. എന്തായാലും ലക്ഷ്യം തെറ്റി ഈ ബസ്, സ്കൂൾ ബസ് കനാലിലേക്ക് പോവായിരുന്നു. ASMM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ്സാണിത്. എന്തായാലും അധികൃതരുമായി നമ്മളിപ്പോൾ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്ന കുട്ടികൾക്ക് പരിക്കുകളില്ല, നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഉള്ളത്. എന്തായാലും കുട്ടികൾ അവർ ഭയപ്പാടിലാണ്. കാരണം ഇപ്പോൾ അത് കഴിഞ്ഞ് സ്കൂൾ തുറന്നതുമാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളും വലിയ ആശങ്കയിലായിരുന്നു. എന്തായാലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരും പറയുന്നത്. ശരി, വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ ഗ്യാപ് റോഡിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ആ നിരോധനം മറികടന്നു പോയ സ്കൂൾ ബസ് തടഞ്ഞ പോലീസ്. ഡ്രൈവർക്ക് താക്കീത് നൽകി. മേഖലയിൽ കർശന ജാഗ്രത പുലർത്താനും ദേവികുളം സബ് കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകി.